മാർത്ത 2024. പ്രിയ കൂട്ടുകാരെ, അല്പസമയത്തേക്ക് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ബഥാനിയയിലെ മാർത്ത മറിയം സഹോദരങ്ങളുടെ ഭവനത്തിലേക്കാണ്. കാര്യപ്രാപ്തയും കഠിനാധ്വാനിയും സൽക്കാരപ്രിയയും പ്രായോഗിക ജീവിതം നയിക്കുന്നവളുമായ മാർത്തയേക്കാൾ പ്രാർത്ഥനയിൽ ധ്യാനാത്മിക ജീവിതം നയിക്കുന്ന മറിയം യേശുവിന് പ്രിയങ്കരിയാവാൻ അഥവാ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് ഗുരുവിന് തോന്നുവാൻ കാരണമെന്ത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. തിരക്കേറിയ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ പാദത്തിങ്കൽ ഇരിക്കാൻ സമയം കണ്ടെത്തുന്നവരാണോ നമ്മൾ? സ്വന്തം ഭവനത്തിലേക്ക് യേശുവിനെ ഉൾക്കൊണ്ടിട്ടും പലതിനെക്കുറിച്ചും മനം കലങ്ങിയ മാർത്താമാർ നമ്മൾ തന്നെയല്ലേ? ആധുനിക ലോകത്തിൻ്റെ ജീവിത ശൈലിയോട് ചേർത്ത് വെച്ച് വർത്തമാനകാലത്തിലെ ചില ഏടുകളിലൂടെ മാർത്ത മറിയം സഹോദരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നു. വരൂ, നമുക്കും ബഥാനിയയിലെ ആ ഭവനത്തിലേക്ക് പോകാം. ഈശോ എന്നെ സ്പർശിച്ചു, ജീവൻ എന്നിൽ വർഷിച്ചു. ഈശോ എന്നെ സ്നേഹിച്ചു, സൗഖ്യം. എൻ്റെ കർത്താവേ, സമയം പോയല്ലോ. വീട്ടുജോലിയാണെങ്കിൽ ഒന്നും തീർന്നിട്ടില്ല. പണിയൊന്നും കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും കൂടി യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാം പ്രസംഗത്തിന്. തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവിൻ തീ കത്തിക്കാം. നീ ഇവിടെ പാട്ടും പാടി തീയും കത്തിച്ചുകൊണ്ടിരുന്ന പണി തീരുമോ? മറന്നുപോയോ? ഇന്നല്ലേ നമ്മൾ യേശുവിനെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടി വന്നാൽ എങ്ങനെയാ? ഒരു 5 കോഴ്സ് ഡിന്നറെങ്കിലും കൊടുക്കണ്ടേ? മാർത്ത, നീ എന്തൊക്കെയാ ഗുരുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരുക്കുന്നത്? വെൽക്കം ഡ്രിങ്കും സ്റ്റാർട്ടറും മസ്റ്റായിട്ട് വേണം. ഞാൻ ഓർക്കുന്നതേ, അത് നമുക്ക് നമ്മുടെ വിമൻസ് വെൽഫെയറിൻ്റെ സ്റ്റാളിൽ നിന്നും എടുക്കാമെന്നാണ്. അതാവുമ്പോൾ ഫ്രഷ് ആയിരിക്കും, നല്ല ടേസ്റ്റിയുമായിരിക്കും. റോസിയോടൊന്ന് പറഞ്ഞേക്കാം നേരത്തെ തന്നെ കൊണ്ടുതരണമെന്ന്. പിന്നെ കുറച്ച് പാൽക്കപ്പിയും കൊഞ്ചുകറിയും നെയ്ച്ചോറും പോത്തിറച്ചിയും ഡെക്കുമപ്പാസും അപ്പോ. പിന്നെ സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അൽഫാമും കുബൂസും കൂടി റെഡിയാക്കണം. ഇത്രയൊക്കെ പോരെ? എൻ്റെ പൊന്നു മാർത്ത, നമ്മൾ യേശുവിനെ അല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്? എന്തിനാണോ ഇത്രയും ഐറ്റംസ്? നിനക്കറിയില്ലേ നമ്മുടെ ഗുരുവിന് അപ്പവും മീനുമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. കുറച്ച് അത്തിപ്പഴവും കൂടി ഉണ്ടെങ്കിൽ ഏറെ സന്തോഷം. ലാസ്റച്ചായൻ ഇതെങ്ങോട്ടാ പോണേ? യേശുവിൻ്റെ പ്രസംഗം ഇവിടെ ചമ്പക്കര പള്ളിയിൽ നടക്കുന്നത് നീ മറന്നുപോയോ? വളരെയേറെ അത്ഭുതങ്ങളും രോഗശാന്തിയും അവിടെ നടക്കുന്നുണ്ട്. അന്ധർ കാണുന്നു, മുടന്തർ നടക്കുന്നു, വ്യാധികൾ മാറുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റച്ചായ, എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ ഇന്നിവിടെ ഈശോയെ ഡിന്നറിന് വിളിച്ചിരിക്കുന്ന കാര്യം മറന്നുപോയോ? എൻ്റെ പണിയാണെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറിയേ, നീ വാ, നമുക്ക് പോയിട്ട് വരാം. നിൽക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വരണം. എന്താ മർത്തേ ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. എൻ്റെ പൊന്നിച്ചായ, ഇവിടെ ഒരു വക സാധനങ്ങളുമില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ശരി, വിസ്തരിക്കേണ്ട. പ്രസംഗം കഴിയുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാം. എങ്കിൽ നമുക്ക് പോകാം ലാസ്റച്ചായ. മാർത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടി വാ. ദേ പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. എല്ലാവരും കൊടുത്തതിനേക്കാൾ നല്ലൊരു ഡിന്നർ എനിക്ക് കൊടുക്കണം. നിങ്ങളൊന്ന് പോയിട്ട് വേഗം വാ. ഈശോ ഗിരിപ്രഭാഷണത്തിൽ നമ്മെ എന്താണ് പഠിപ്പിച്ചതെന്ന് നീ ഓർക്കുന്നില്ലേ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിനെന്നാണല്ലോ. അതൊക്കെ ശരി തന്നെ. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളമാകൂ. ഇവിടത്തെ പണി ഞാൻ തന്നെ ചെയ്യണ്ടേ? എനിക്കും എന്നും അടുക്കള തന്നെ ശരണം. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആരെങ്കിലും ഞാൻ എന്തെന്ന് ചോദിച്ചാൽ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. സൂമിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രസംഗം കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ ശരി. പിന്നെ ആ സൂം എടുക്കുന്നവനോട് പറയണം, ഓഡിയൻസിനെ ഒന്നും കാണിക്കണ്ട, യേശുവിനെ മാത്രം കാണിച്ചാൽ മതിയെന്ന്. അവിടെ അത്ഭുതം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കണേ. ആ സലോമി, നീയായിരുന്നോ? നീ എന്താടി വടിയൊക്കെ കുത്തിപ്പിടിച്ച്? നല്ല ഭംഗിയുള്ള വടിയാണല്ലോ. ഇപ്പൊ വടിയില്ലാതെ നിനക്ക് നടക്കാൻ പാടില്ലാതായോ?
അയ്യോടി മാർത്തെ, നടക്കാൻ പറ്റാഞ്ഞിട്ടൊന്നും അല്ല. ഇതേ മോശയുടെ അംശവടിയാണ്. ഞാൻ നമ്മുടെ തോംസൺ പ്ലാവെങ്കിലില്ലേ, അങ്ങയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ചതാണ്. 1 2 ഒന്നും അല്ല, 25 ലക്ഷം. ആണോ? ആ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ മാർത്ത, സുഖായിരിക്കുന്നു. പിന്നെ നീ എന്തെടുക്കുമായിരുന്നടി? ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നടി. എന്നാ നീ പോയി പ്രാർത്ഥിച്ചോ, ഞാൻ പിന്നെ വരാം. പോകാൻ വരട്ടെ? പ്രാർത്ഥന പിന്നെയോ ആകാമല്ലോ. നീ ഇരിക്കി, ഒത്തിരി നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഓ, തിരക്കോട് തിരക്കായിരുന്നടി. ഇത്രയും പൈസ കൊടുത്ത് ഈ വടി വാങ്ങിയിട്ട് കുറെ പേരെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? ഓഹോ, അപ്പോ അതിനായിരുന്നല്ലേ നീ വന്നത്? പിന്നല്ലാതെ. അതൊക്കെ പോട്ടെ, നീ ഈശോയുടെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? അപ്പോൾ അത് നീ അറിഞ്ഞില്ലേ? ഞങ്ങളാണ് ഇന്ന് ഈശോയ്ക്ക് ഡിന്നർ കൊടുക്കുന്നത്. ഒരു അടിപൊളി 5 സ്റ്റാർ ഡിന്നറാണ് പ്ലാൻ ചെയ്യുന്നത്. സലോമി, നീ എന്താ പ്രസംഗത്തിന് പോവാതിരുന്നത്? അതിന് ഈ പ്രസംഗം 1 2 ദിവസമാണോ ഉള്ളത്? 15 ദിവസത്തേക്കല്ലേ. പറയുന്നവർക്ക് അങ്ങനെ പലതും പറയാം. പിള്ളേർക്കാണ് ട്യൂഷനും ഡാൻസും ഒക്കെ ഉണ്ട്. ഞാൻ വല്ല സൂമിലോ യൂട്യൂബിലോ സ്കിപ്പ് ചെയ്ത് കണ്ടോളാം. അല്ല, നീ തന്നെ പറ, ക്ലാസ് ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ പറയാൻ എന്തിരിക്കുന്നു, ക്ലാസ് തന്നെ. എടി മാർത്തേ, നീ ആ ഫേസ്ബുക്ക് നോക്കിയായിരുന്നോ? ഇല്ലല്ലോ, ഞാനൊരു അരമണിക്കൂർ മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. എന്താ സലോമി? അതേടി, നമ്മുടെ ഫോട്ടോഗ്രാഫർ സണ്ണി ചേട്ടനും മോളി ചേച്ചി ഇസ്രായേൽ പോലിന്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓ, പൈസയുള്ളവർക്ക് എന്തും ആവാമല്ലോ. എന്നാലും പോകുന്ന കാര്യം ആ പെണ്ണുമ്പിള്ള നമ്മളോടൊന്ന് പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചയും കൂടെ നമ്മളൊന്നിച്ച് വിമൻസ് വെൽഫെയറിന്റെ മീറ്റിൽ കണ്ടതല്ലേ. ഞാൻ അതുകൊണ്ട് ലൈക്കും അടിച്ചില്ല. നീ അടിക്കണ്ട കേട്ടോടി. ഞാനും അടിക്കുന്നില്ല. മാർത്ത, എന്നാ ഞാൻ ഇറങ്ങട്ടേടി, ഭയങ്കര തിരക്കാടി. മദേഴ്സ് ഡേയോട് അനുബന്ധിച്ചുള്ള പരിപാടിയുടെ പ്രാക്ടീസിന് കുറേ തള്ളമാര് വന്നിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ടുപോയി എൻ്റെ ഈ വടിയൊന്ന് കാണിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ സൂംബ ക്ലാസ്സും ഉണ്ട്. പിന്നെ സഹിച്ചാനാണെങ്കിൽ സിനിമയ്ക്ക് പോകാൻ വേണ്ടി അവിടെ റെഡിയായിരിക്കുക. എടി, നീ ആ വടിയും എടുത്തേടി. 10-25 ലക്ഷം രൂപയുടെ മുതലാണേ. എന്തായാലും ചമഞ്ഞിറങ്ങിയതല്ലേ, കുറച്ച് പേരെ കൂടി കാണിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഈ ചെറിയ സ്ക്രീനിൽ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഐപാഡ് എടുക്കാം. ഓ, പള്ളിയിൽ ഇന്ന് മിഷൻ സൺഡേ ആണല്ലേ. കുഞ്ഞച്ചൻ ചേട്ടൻ കസറി ലേലം വിളിക്കുന്നുണ്ടല്ലോ. ഓ, ഇന്നാണോ മണവത്ത് ജോസഫിന്റെ ബർത്ത്ഡേ? വൈസ് ചെയർമാൻ അല്ലേ, ഒന്ന് വിഷ് ചെയ്തേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഷീബയുടെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണല്ലോ. 20 വർഷമോ? ദൈവമേ, കണ്ടാ പറയില്ല കേട്ടോ. എൻ്റെ വക ഒരു ഹാപ്പി ആനിവേഴ്സറി വിഷസ് കൂടി അയച്ചേക്കാം. എൻ്റെ ദൈവമേ, സമയം പോയില്ല. ഈ കുന്ത്രാണ്ടം നോക്കിയിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. എൻ്റെ പണിയാണെങ്കിൽ ഒന്ന് തീർന്നിട്ടുമില്ല. അല്ല, ആരൊക്കെയാ ഇത്? സൂസന്നയും റബേക്കയോ? വാ, ഇരിക്കേ. മാർത്തേ, നിന്നെ മാത്രം ഈശോയുടെ പ്രസംഗത്തിന് കണ്ടില്ല. മറിയവും ലാസറച്ചായനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈശോയെ ഇന്നിവിടെ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. എൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല. ആട്ടെ, എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? വളരെ അനുഗ്രഹപ്രദമായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. 2 ദിവസമായിട്ട് ഇത് തന്നെയല്ലേ കേൾക്കുന്നത്. ഞാൻ സുഖമായിട്ടിരുന്ന് ഉറങ്ങി. അല്ലെങ്കിലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നെയ്യപ്പവും പഴവും പ്രത്യേകിച്ച് ജെയ്മോൻ ബണ്ണും കഴിക്കാനല്ലേ വരുന്നത്. അയ്യോടി മാർത്തേ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നീ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലേ? ബ്യൂട്ടി പാർലറിലൊന്നും പോവാറില്ലേ? ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല. കാരണം എൻ്റെ കാർന്നോമാർക്ക് നല്ല കോലമുണ്ട്, ഭംഗിയുണ്ട്. ആ സൗന്ദര്യം മുഴുവൻ എനിക്കും കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാറില്ല. ആ, നിങ്ങളിരിക്കേ, ഞാൻ കാപ്പി ഇടാം. വേണ്ട മാർത്ത, നിനക്ക് ഒത്തിരി പണികളുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, അതൊന്നും സാരമില്ല, വല്ലപ്പോഴുമല്ലേ. നിങ്ങൾ ഇരിക്കൂന്നേ. നിനക്ക് തിരക്കാണെങ്കിൽ നീ അങ്ങോട്ട് പോയിക്കോ. മാർത്തേ, നീ പള്ളിയിലെ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? എന്തൊക്കെ പരിപാടികളാണെന്നോ അവിടെ നടക്കുന്നത്? പെരുന്നാള്, ഉയർപ്പ് തിരുനാള്, ആദ്യ കുർബാന, യൂത്തിന്റെ പ്രോഗ്രാം, അങ്ങനെ എന്തെല്ലാമാണെന്നോ? ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ എൻ്റെ സൂസന്നെ? ആ മറിയപ്പെണ്ണ് ഇവിടെ വന്നാൽ ആത്മീയ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും പള്ളി സെക്രട്ടറി ജിൻസി അയക്കുന്ന വാട്സാപ്പ് കാണുമ്പോഴാണ് വല്ലതും അറിയുന്നത്. സൂസന്നെ, നമുക്ക് പോവാം. മാർത്ത, നിന്റെ പണികൾ നടക്കട്ടെ. യേശു പറഞ്ഞില്ലേ, നമ്മൾ പറയുന്ന ഓരോ വാക്കിലും വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന്.
ഓ, ഒരു വിശുദ്ധ വന്നിരിക്കുന്നു. മാർത്തെ, നിന്റെ പണികളിൽ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണോ? ഓ, എങ്കിൽ വളരെ ഉപകാരം. എങ്കിൽ 2 തേങ്ങ തിരുമ്മിത്തരുമോ? പാൽക്കപ്പം ഉണ്ടാക്കാനാണ്. അയ്യോ, ഞാൻ ഇപ്പോഴാ ഓർത്തത്. ജോൺസൺ ചേട്ടൻ വരാറായി. വന്നു കയറുമ്പോഴേ എന്നെ കണ്ടില്ലെങ്കിൽ അങ്ങേർക്ക് ദേഷ്യം പിടിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഓ, രക്ഷപ്പെട്ട്. ഇനി ഇവൾക്ക് തേങ്ങ തിരുമ്മി കൊടുക്കാഞ്ഞിട്ടല്ല കേട്ടോ, വീട്ടിൽ തന്നെ ഞാൻ ജോൺസൺ ചേട്ടനെ കൊണ്ടാണ് തിരുമ്മിക്കുന്നത്. വെറുതെ കയ്യെല്ലാം നെയിൽ പോളിഷ് എല്ലാം പോവാം. നീ പാടി. എന്നാലും നമുക്കിച്ചിരി സഹായിക്കാമായിരുന്നു. മാർത്തേ, നിന്റെ പണിയൊക്കെ എന്തായി? എല്ലാം തീർന്നോ? എൻ്റെ മറിയേ, എന്തു പറയാനാ, ഒന്നും കഴിഞ്ഞിട്ടില്ല. സമയമില്ലാത്ത സമയത്ത് ഓരോന്നുങ്ങൾ കയറി വന്നോളും. സമയമാണെങ്കിൽ ഓടി ഓടിയാണ് പോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നീയും കൂടി വന്നല്ലോ, നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. വേഗമാകട്ടെ. ലാസ്രച്ചായ, ഞാൻ തന്ന ലിസ്റ്റിലെ സാധനങ്ങളെല്ലാം കിട്ടിയോ? ആ, നീ നോക്ക്, എല്ലാം ഇതിലുണ്ട്. മാർത്തേ, എനിക്കറിയാമായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കി സമയം കളഞ്ഞുകൊണ്ടിരിക്കുമെന്ന്. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ യേശു നമ്മെ പഠിപ്പിച്ചത് നീ മറന്നുപോയോ? ദേ മറിയേ, എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ. ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം ഞാനാണ് ഇവിടുത്തെ വീട്ടുജോലി മുഴുവൻ ചെയ്യുന്നതെന്ന്. വെറുതെ താളം തല്ലി നിൽക്കാതെ വേഗം അങ്ങോട്ട് ചെയ്യേ. ഇവളന്മാരെ കൊണ്ട് ഇന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. വല്ല സ്വിഗ്ഗിയിലും ഓർഡർ ചെയ്യേണ്ടി വരും. ആ യോഹന്നച്ചായ, എന്തുണ്ട് വിശേഷം? പീറ്റർ അച്ചായൻ എന്തിയേ? ആ, പീറ്ററിന്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചു. അത് കാരണം അവൻ അവിടെയാ ഫുൾ ടൈം. പനി വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. സകലമാന സമയവും റീൽസും പിടിച്ച് നടപ്പല്ലേ. ഈ ഇടയായി തള്ളയ്ക്ക് ഭക്തിയും അല്പം കുറവാണ്. മാർത്ത, നീ ഇവിടെ വലിയ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടോ? വീടാകെ ഒരു വൃത്തിയില്ലാതെ എടുക്കാണല്ലോ. ഓ, ഈ യോനച്ചായൻ്റെ ഒരു കാര്യം. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുവാണോ? ഇവിടെയുള്ളവരെല്ലാം പ്രാർത്ഥനക്കാരാ, പണിയെടുക്കാൻ ഞാൻ മാത്രം. ആ, എന്നാ പെട്ടെന്നാവട്ടെ, യേശു ഇങ്ങനെ എത്താറായി. ഗുരു വന്ദനം. മറിയേ, ഇങ്ങോട്ട് വാ. മറിയേ, ഇങ്ങോട്ടൊന്ന് വാ. ഗുരുവിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണ്ടേ? വിട് വിട്, ഞാൻ അല്പനേരം എൻ്റെ യേശുവിൻ്റെ അരികിലിരിക്കട്ടെ. മകളെ മാർത്തേ, നീ എന്തിനാണ് ആകുല ചിത്തയായിരിക്കുന്നത്? ഗുരു, ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്കൊരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഇവളോടൊന്ന് പറഞ്ഞാലും. മാർത്തേ, മാർത്തേ, നീ പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് ആരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമായാൽ ഓർത്തിടുവിൻ, സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ.
നീ വരൂ ഉയിരിൻ നാഥനേ.